അങ്ങനെ ജോണി റെയിൻ സീസൺസിലെ ഡേ 2 സുപ്രഭാതം പൊട്ടിവിടർന്നു. അമ്മയും അപ്പനും കൊച്ചർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലത്തെ വൈബൊക്കെ നൈസായിരുന്നു. അതിരാവിലെ എണീറ്റിട്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നേരത്തെയൊക്കെ എണീറ്റു. പപ്പയും അമ്മയും ബീച്ച് സൈഡിലൊക്കെ പോയി നിന്ന് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിമായും എണീറ്റ് വന്നു. നമ്മൾ ചെറിയൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അതുവഴിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ വൈബടിച്ച് നടക്കുമായിരുന്നേ. ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ട്രിപ്പ് പുറത്ത് പോകുമ്പോഴാണ് നമ്മളിങ്ങനെ പരസ്പരം കുറച്ചൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. കാരണം അല്ലാത്ത സമയത്തൊക്കെ എല്ലാവരും അവനവൻ്റെ ഡ്യൂട്ടിയിലായിരിക്കും, കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ഒരുപാട് നേരമൊന്നും അടുത്ത് നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ അതിന് പറ്റിയൊരു ആംബിയൻസാണ്. ലൈക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുറേ വർത്തമാനം പറയാനും എൻജോയ് ചെയ്യാനും ഫൺ ചെയ്യാനും ഒക്കെ സമയം കിട്ടും. കടലിലേക്ക് നോക്കി നിൽക്കുന്ന നിമ്മ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങനെ ഇരുന്നപ്പോൾ അത് അവിടെ ഒരു പൂച്ചക്കുട്ടനിരുന്ന് ഞങ്ങളെ നോക്കുന്നു, എന്നെയും കൂടെ വീഡിയോ എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെയും വീഡിയോ എടുത്തു. അപ്പനും അമ്മയും എന്തായാലും വൻ വൈബിങ് ആയിരുന്നു. പിന്നെ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു, അവിടെ നിന്നു, സംസാരിച്ചു, അങ്ങനെ നിന്നു കുറേ നേരം. ഞങ്ങളങ്ങനെ നിന്ന സമയത്ത് ആണ്ടുമ്മ എണീറ്റ് വന്നു. അമ്മയിലൂട്ടനും ജിമ്മിച്ചായും ഇപ്പോഴും നല്ല ഉറക്കമായിരുന്നേ. ജിമ്മിച്ച എണീറ്റപ്പം നമ്മൾ രാവിലെ വീണ്ടും പൂളിൽ പോയി കുറച്ച് നേരം പൂളിൽ കളിച്ചു. അതിന് ശേഷം നമ്മളെല്ലാവരും പൂളിൽ ഇറങ്ങി. മമ്മിയും പപ്പായും മാത്രം ഇറങ്ങിയില്ല, ബാക്കി നമ്മളെല്ലാവരും പൂളിൽ ഇറങ്ങി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ വന്നത്. പൂളിൽ നിന്നെല്ലാം വന്നു കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. പിന്നെ ഓംലെറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. പിന്നെ കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അവരുടെ ഫുഡ് സർവീസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഫുഡ് സർവീസ് ആയിരുന്നു. ഇന്നലെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേ ഈ റിസോർട്ടിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറിപ്പോയായിരുന്നു. ജോണി റീൻ ഐലാൻഡ് അല്ല, ജോണി റീൻ സീസാൻസ് ആണ് റിസോർട്ടിൻ്റെ പേര്. ഇവരെല്ലാവരും ടീ കുടിച്ചു. എനിക്ക് കോഫി ഇഷ്ടമായതുകൊണ്ട് ഞാനും ജിമ്മിച്ചായും കോഫിയാണ് കുടിച്ചത്. പിന്നെ കോഫിയൊക്കെ കുടിച്ച് കുറേ നേരം അങ്ങനെ അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്താൽ മതി. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് അവിടെയൊക്കെ പിന്നെ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പോകാനുള്ള സമയമായി. എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണേ. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോരാനേ തോന്നുന്നില്ലായിരുന്നു. അത്രയ്ക്ക് നല്ലൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ സ്റ്റാഫാണെങ്കിലും. അവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളിയായിരുന്നു. അവിടുന്ന് പോരാനേ നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഭയങ്കര പ്രൈവസി ആയിരുന്നു, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു അവിടെ അറ്റ് എ ടൈം 2 പേർക്കേ പറ്റത്തുള്ളൂ. അപ്പുറത്തെ വില്ലയിൽ ഒരു ഫോറിനറായിരുന്നു. ആ പുള്ളിയെ കൊണ്ട് നമുക്കൊരു ശല്യമില്ലായിരുന്നു. പുള്ളിയെ കണ്ടുകൂടിയില്ല നമ്മൾ. ശരിക്കും നമ്മുടെ ഒരു വീട് പോലെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. നമ്മൾ ചെന്ന സമയത്ത് അവിടെ കുർബാന നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പള്ളിക്കകത്തൊന്നും അങ്ങനെ കയറാൻ പറ്റിയില്ല. പുറത്തൊക്കെ നമ്മൾ നിന്നു. പിന്നെ മമ്മിയാണെങ്കിൽ അവിടെ മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിച്ചു.
പിന്നെ പള്ളിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴത്തേക്കിനും കുർബാനയൊക്കെ കഴിഞ്ഞു. നമ്മൾ കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ പോയത് ഗരുഡാഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പ് കം റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോയത്. നമ്മൾ കൊഞ്ചും തലക്കറിയും പിന്നെ വേറൊരു മീനിൻ്റെ ഫ്രൈ ഒക്കെ ആയിരുന്നു പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് എരിയായിട്ട് തോന്നി. ഷാപ്പിലെ കറിയെല്ലാം എരിവാണ്, ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിസോർട്ടിലെ ഫുഡ് കഴിച്ചിട്ട് ഗരുഡാഗിരിയിലെ ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് അത്രയും നല്ലതായിട്ട് തോന്നിയില്ല, ഉള്ളത് പറയുവാണെങ്കിൽ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങ് പോരുമായിരുന്നു. വൈകുന്നേരം നമ്മൾ സ്നാക്സായിട്ട് പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്താകുമ്പോഴത്തേന് 6 മണിയൊക്കെ ആയി. പുനലൂരെത്തിയപ്പോൾ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയും പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ ഇടമണ്ണ് അടുക്കാറായപ്പം അവിടെയും ശ്രീകൃഷ്ണ ജയന്തിയുടെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഡേ 2 ആലപ്പി വിശേഷങ്ങൾ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.